ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അത് 100-ൽ 500, 600, 1000 വേണമെങ്കിൽ നമുക്കതിന് മാർക്ക് കൊടുക്കാം. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അല്ലാതെ കള്ളമല്ലാതെ ഒരു തമിഴനാണ് ആൾ. പുള്ളി കേരളത്തിൽ 2015 വന്ന സമയത്ത് ഒരു 3 വീട് പിന്നെ ഇടിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ക്യാബിനെല്ലാം തകർത്ത് അങ്ങനെ ICUവിലായി. ഒരു 2 ദിവസം ICUവിൽ കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-20 ദിവസത്തിനുള്ളിൽ ചികിത്സയൊക്കെ കഴിഞ്ഞ് ആ പുള്ളിക്കാരൻ്റെ കൈ കട്ടായി, ഈ ഭാഗങ്ങളിൽ കട്ടായിട്ട് അതിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ച് പുള്ളിക്കാരൻ പിന്നെയും ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയി. അദ്ദേഹത്തിന് അത് ഇഷ്ടമായുണ്ട്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു ജീവശ്വാസം പോലെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇന്ന് ഞാനുണ്ട്, നാളെ എന്നെ കാണുമോ എന്നറിയില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നാളെ ഞാൻ കാണുമോ എന്നറിയില്ല. ശരിയാണ്, ഡ്രൈവറുടെ അവസ്ഥയെന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, വീട്ടിൽ ഒരു മതിപ്പില്ല. മറ്റുള്ളവർ പറയുമ്പോൾ അവർക്കെന്താ ജോലി? ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു മതിപ്പില്ലായ്മ. അതേമാതിരി നാട്ടിലിറങ്ങിയാലും ശരി, എവിടെയാണെങ്കിലും ഒരു ആഫ്റ്റർ ഓൾ നീ ഒരു ഡ്രൈവർ അല്ലേ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീടാണ് അതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞത്. നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, നീ കുടിക്കുന്ന വെള്ളത്തിലിരുന്ന്, നീ ധരിക്കുന്ന വസ്ത്രം വരെ A to Z ഒരു ഡ്രൈവർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കും, വെള്ളം കിട്ടുന്ന കിണറ്റിൽ നിന്നല്ലേ, നമുക്കെങ്ങനെ കിട്ടും? എടാ, ഒരു കിണർ കുത്തണമെങ്കിൽ ആൾ വരണമെങ്കിൽ വണ്ടിയിൽ വരണം, ഏതെങ്കിലും വിധത്തിൽ അവൻ വരണം, എങ്കിലേ നമുക്ക് കിണറുള്ളൂ. നമുക്ക് ധരിക്കാൻ വസ്ത്രം വേണമെങ്കിൽ ഒരു വണ്ടിയിൽ കയറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തി, നമ്മൾ ആഗ്രഹിക്കുന്ന കടയിൽ പോയി മേടിക്കണമെങ്കിൽ അത് വണ്ടി മാർഗ്ഗമേ വരൂ, അല്ലാണ്ട് ആകാശത്തുനിന്ന് പറന്നു വീഴില്ല. ആഹാരം, പദാർത്ഥങ്ങളാവട്ടെ, ഏതാണെങ്കിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും പല രീതിയിലും പല വണ്ടികളിൽ കയറി ഇറങ്ങി അത് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കടകളിൽ, ഈ കടയിൽ ഈ ഷോപ്പിൽ കിട്ടും, ആ ഷോപ്പിൽ കിട്ടും എന്നും പറഞ്ഞ് നമ്മൾ പോയി വിധവിധമായിട്ട് റേറ്റുകൾ നോക്കി ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ, വസ്ത്രങ്ങൾ, പിന്നെ പച്ചക്കറികളാവട്ടെ, എല്ലാ ഐറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നതാവട്ടെ, പിന്നെ എന്നാൽ ലോകം ചുറ്റാൻ പോകുന്നതാവട്ടെ, എല്ലാം ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇതിനേക്കാളും ഒരു പക്ഷേ നമുക്കൊരു ആക്സിഡൻ്റായി ഒരു റോഡിൽ കിടന്നാൽ ഒരു ആംബുലൻസുകാരൻ വന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം ഒരു തീരുമാനത്തിലാവും. അപ്പോഴും ചാവുമ്പോഴും ഒരു ഡ്രൈവർ തന്നെ വേണം. കാരണം ഇങ്ങാര് കൊണ്ടുപോയി നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടുന്ന് മേടിച്ച് മൈസർ എഴുതി അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവരണമെങ്കിലും ഡ്രൈവർ വേണം. അതിനെ കൊണ്ടുവന്ന് പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പുതയ്ക്കണമെങ്കിലും ഡ്രൈവർ വേണം. അതിനെ കൊണ്ടുവന്ന് ഒഴുക്കണമെങ്കിലും നമ്മൾ കടലിലൊക്കെ കൊണ്ടുവന്ന് നിബഞ്ജനം ചെയ്യാൻ പോകണം, പിന്നെയും വേണം ഒരു ഡ്രൈവർ. ആ ഒരാത്മാവിന് നമ്മൾ എന്തിന് ഡ്രൈവറെ നിന്ദിക്കുന്നത്? എല്ലാ രീതിയിലും നോക്കിയാലും നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉണർന്ന് വെന്ന് എന്തിനും നമ്മളുടെ എല്ലാത്തിലും നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ മറികടന്ന് പോകുന്ന പലതും ഒരു 4-5 ഡ്രൈവറുടെ സഹായം നമ്മൾ സ്വീകരിച്ചാണ് കടന്നു പോകുന്നത്. മിനിമം ഏറ്റവും ചെറുതാണ് പറയുന്നത്. ഇപ്പം ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു. ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവിടുന്ന് മേടവക്കത്തിരുന്ന് വേലച്ചേരി വരെ ഓട്ടോയിൽ, ഷെയർ ഓട്ടോയിൽ. അപ്പോൾ ഒരു ഡ്രൈവറായ മേടവക്കത്ത് ഇരുന്ന് വേലച്ചേരിയിലിരുന്ന് പിന്നെ അമ്പത്തൂർ വരെ ഇന്നൊരു ഡ്രൈവറെ സഹായം, അവിടുന്ന് പോരൂർ വരെ ഇന്നൊരു ഡ്രൈവറെ സഹായം. ഇങ്ങനെ നോക്കുമ്പോൾ അന്ന് തന്നെ ഞാനൊരു 3 ഡ്രൈവറെ കണ്ടു. പിന്നെ തിരിച്ചു വരുന്നത് 3. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 6 ഡ്രൈവറുടെ സഹായത്തിലാണ് നമ്മൾ വരുന്നത്.
പിന്നെ ഒരു സാധനം മേടിക്കാൻ പോകണമെങ്കിൽ ഒരു ഡ്രൈവർ, പിന്നാണ് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ആയത്, ചെന്നൈയിൽ വെച്ച് മേടിച്ചത്. എന്നാലും ഈ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴും ഞാൻ ആ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 2 വീലർ ആവട്ടെ, അവിടെയും ഞാനൊരു ഡ്രൈവർ ആവുകയാണ്. ഇപ്പം ഞാൻ മറ്റൊരു ഡ്രൈവറിനെ നിന്ദിക്കാൻ പാടില്ല. എങ്ങനായിരുന്നാലും നമ്മുടെ ലൈഫിൽ ഒരു ഡ്രൈവറുടെ ഒരു ഇതില്ലാതെ ഇരിക്കത്തേയില്ല. പക്ഷെ ആ മനുഷ്യന് അത്ര തിക്തമായ ഒരനുഭവം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇത് ഭയങ്കര വിഷമം തോന്നി. ശരിയല്ലേ? അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം കേട്ടുകൊണ്ടിരുന്നിട്ടാണ് ലിസ്റ്റ് പോലെ പുള്ളിക്കാരൻ ഓരോ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം അവരുടെ സാന്നിധ്യം നമ്മളിലുണ്ടെന്നറിയുന്നു. പക്ഷേ അതിനേക്കാളുപരി എന്താണെന്നറിയാം, എൻ്റെ ലൈഫ് ലോങ് ഇനി ഒരു ഡ്രൈവറുടെ കൂടെ വേണം ജീവിക്കാൻ. കാരണം എൻ്റെ ഏട്ടനും ഒരു ഡ്രൈവറാണ്, ഹെവി ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവറാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു ഡ്രൈവറെ നിന്ദിക്കരുത്. ഓക്കെ, ബൈ.